ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. HIV അണുബാധ മാനവരാശിക്ക് ഭീഷണിയായി ഇന്നും നിലനിൽക്കുന്നു. HIV പ്രതിരോധിക്കുന്നതിനും അണുബാധിതരെ സംരക്ഷിക്കുന്നതിനും സമൂഹത്തിനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റാലികൾ നടന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റാലികൾ സംഘടിപ്പിച്ചു. കേരളത്തോട് താൽപര്യമില്ല എന്ന് പറഞ്ഞ അഞ്ജു ബോബി ജോർജിനെയാണ് സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷയായി സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നതെന്ന് മുൻ പ്രസിഡന്റ് TP ദാസൻ. നൌഷാദിന്റെ വീട് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ സന്ദർശിച്ചു. സഹജീവികളെ രക്ഷിക്കാൻ കാണിച്ച നൌഷാദിന്റെ പ്രവൃത്തി മാതൃകാപരമെന്ന് V മുരളീധരൻ. വിശദമായ വാർത്തകളിലേക്ക്. ലോക എയ്ഡ്സ് ദിനം ജില്ലാതല ഉദ്ഘാടനം മേയർ VKC മുഹമ്മദ് കോയ നിർവഹിച്ചു. ലക്ഷ്യത്തിലേക്ക് മുന്നേറാം, പുതിയ HIV അണുബാധയില്ലാത്ത, വിവേചനമില്ലാത്ത, എയ്ഡ്സ് മരണങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ലോക എയ്ഡ്സ് ദിനത്തിനോടനുബന്ധിച്ചാണ് എയ്ഡ്സ് ദിന റാലി സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ സ്റ്റേഡിയം കസവുകട കോർണർ മുതൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് വരെയായിരുന്നു റാലി. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മേയർ VKC മുഹമ്മദ് കോയ നിർവഹിച്ചു. രോഗങ്ങളിൽ മുക്തമാകാനും ബോധവൽക്കരണം നടത്താനും സമൂഹം ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പൂർണ്ണ ജനപിന്തുണ ആവശ്യമാണെന്നും നഗരത്തെ എങ്ങനെ മാലിന്യമുക്തമാക്കാം എന്ന കാര്യത്തിനാണ് പ്രഥമ പരിഗണനയെന്നും മേയർ പറഞ്ഞു. നല്ല മനസ്സിലുള്ള കുറെ ആളുകളുടെ സേവനം അതിനാവശ്യമാണ്. കാരണം നമ്മൾ സാക്ഷരതാ പ്രവർത്തന കാലത്തൊക്കെ പ്രവർത്തിച്ചതുപോലെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് ചെയ്യേണ്ട വിധം അവരെ പഠിപ്പിക്കാനും അവരോട് അത് വളരെ കൃത്യമായി അവിടെ ഒരു പരിശോധന നടത്താനും പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും അവരെ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രവർത്തനം ആവശ്യമുണ്ട്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന മുണ്ടങ്ങാട് അധ്യക്ഷയായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ RL സരിത മുഖ്യപ്രഭാഷണം നടത്തി. ലക്ഷ്യത്തിലേക്ക് മുന്നേറാം, പുതിയ HIV അണുബാധയില്ലാത്ത, വിവേചനമില്ലാത്ത, എയ്ഡ്സ് മരണങ്ങളില്ലാത്ത ഒരു നല്ല നാളേക്കായി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ക്രിസ്ത്യൻ കോളേജിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി DMO ഡോക്ടർ ജീജ MP, CSC വിഹാൻ കോർഡിനേറ്റർ ബോബി സാബു, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് തോമസ് മാത്യു, അഡീഷണൽ DMO ഡോക്ടർ പീയൂഷ് നമ്പൂതിരി, മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പാവമണി മേരി ഗ്ലാഡിസ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ A ബാബുരാജ്, ജില്ലാ TB ഓഫീസർ ഡോക്ടർ പ്രമോദ്, RCH ഓഫീസർ ഡോക്ടർ സരള നായർ, മലബാർ ക്രിസ്ത്യൻ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ബിജു ജോസഫ്, KT മോഹനൻ, ബ്ലഡ് ഡോണേഴ്സ് ഫോറം പ്രസിഡന്റ് അശോകൻ ആലപ്രത്ത്, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ യൂണിറ്റ് പ്രോഗ്രാം മാനേജർ KJ മൈക്കിൾ, മലബാർ ക്രിസ്ത്യൻ കോളേജ് ചെയർമാൻ അജയ്ലാൽ M, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സുജ CR തുടങ്ങിയവർ പങ്കെടുത്തു. സഹജീവികളെ രക്ഷിക്കാൻ കാണിച്ച നൌഷാദിന്റെ പ്രവൃത്തി മാതൃകാപരമാണെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പാർട്ടിയുടെ സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. നൌഷാദിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂഗർഭ അഴുക്കുചാലിൽ വീണവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മരണപ്പെട്ട നൌഷാദിന്റെ വീട് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ സന്ദർശിച്ചു. കോഴിക്കോട് മാളിക്കടവിലുള്ള വീട്ടിലെത്തിയ മുരളീധരൻ നൌഷാദിന്റെ ഉമ്മ അസ്മ ബിയെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. രാവിലെ 11 മണിയോടെയാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് P രഘുനാഥിനോടൊപ്പം മുരളീധരൻ എത്തിയത്. നൌഷാദിന്റെ പ്രവൃത്തി മാതൃകാപരമാണെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പാർട്ടിയുടെ സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്നും സന്ദർശനത്തിന് ശേഷം മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂടിയിട്ട് ആ സാഹചര്യങ്ങളെ നേരിടാനുള്ള സമചിത്തത, ഇതെല്ലാം മരണപ്പെട്ട നൌഷാദിൽ ഉണ്ടായത് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ വളർത്തിയ അച്ഛനമ്മമാരുടെ അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ്.
നൌഷാദിനെ ചൊല്ലി, നൌഷാദിനെ കുറിച്ച് ഈ നാടിന്റെ അഭിമാനം അവരെ അറിയിക്കുകയും അങ്ങനെ വളർത്തിയ ആളുകളെ അച്ഛനെയും അമ്മയോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. കേരളത്തോട് താൽപര്യമില്ല എന്ന് പറഞ്ഞ അഞ്ജു ബോബി ജോർജിനെയാണ് സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷയായി സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നതെന്ന് മുൻ പ്രസിഡന്റ് ടി പി ദാസൻ. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരേണ്ട സ്പോർട്സ് കൌൺസിൽ ഇഷ്ടക്കാരെ തിരുകിക്കയറ്റാൻ നിയമനിർമ്മാണം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്നും ടി പി ദാസൻ പറഞ്ഞു. അല്ല, അത് മാറ്റല്ലേ, ആ ആക്ടിന് ഭേദഗതി കൊണ്ടുവരണം, അതാണ് ഓർഡിനൻസ്. എനിക്ക് താല്പര്യമില്ല കേരളത്തിലാക്കാൻ എത്ര പറഞ്ഞാൽ അഞ്ജു ജോർജ് അവരെയാണ് പ്രസിഡന്റാക്കിയിരിക്കുന്നത്. അവരൊരിക്കലും ഒരു മാസത്തിൽ ഒരു തവണ ഞാൻ വന്നാലായി. കാരണം ഇവർക്ക് അത്രയും വേണ്ടു. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ഭരിക്കണം. അതിന് പ്രസിഡന്റ് എന്ത് കാര്യം? കായിക താരങ്ങൾ, ഓർഗനൈസിംഗ് കപ്പാസിറ്റിയുള്ള കായിക താരങ്ങൾ ഓട്ടോമാറ്റിക്കായി സെക്രട്ടറി ആവും. നിലവിൽ കളിക്കുന്നവർക്കാവാൻ പറ്റില്ല. പഴയ കായിക താരങ്ങൾക്ക് ആവാൻ പറ്റും. ഇപ്പോഴും ആവുന്നുണ്ടല്ലോ എത്രയോ അസോസിയേറ്റ് സെക്രട്ടറിമാർ അവരാണ്. പക്ഷെ അവർക്ക് മാത്രമേ ആവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രായോഗികമായ ഒരു നിലപാട് അല്ല. അതാത് ഗവൺമെന്റുകൾക്ക് ഇഷ്ടന്മാരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി സ്പോർട്സ് കൗൺസിൽ ഉണ്ടാക്കുകയാണ്. ഇതൊരിക്കലും സ്പോർട്സിനെ വളർത്തില്ല. വളർച്ചയുടെ വക്കിലാണ് ബിജെപി എത്തിച്ചേർന്നിരിക്കുന്നതെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ബിജെപിയുടെ പ്രാതിനിധ്യം വർദ്ധിക്കുകയാണെന്നും ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധരൻ റാവു. കേരളത്തിലുൾപ്പെടെ മികച്ച നേട്ടമാണ് ബിജെപിക്ക് ഉണ്ടായത്. ഇതിന് ഉദാഹരണമായിരുന്നു തെരഞ്ഞെടുപ്പ്. SNDPയും ബിജെപിയും തമ്മിൽ നല്ല ബന്ധമാണ് ഉള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളോട് പ്രതികരിക്കാനില്ലെന്നും എല്ലാവർക്കും രാജ്യധർമ്മം ഒരുപോലെയാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരള for BJP is a very important state. Politically and ideologically. This election will make BJP a powerful player in Kerala. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ, ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ്, ബിജെപി വക്താവ് VK സജീവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ സമുദായങ്ങളെ പട്ടികജാതി വർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കിർത്താഡ്സ് ശുപാർശ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ കിർത്താഡ്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NASO പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വർഗ ലിസ്റ്റിൽ പുതിയ സമുദായങ്ങളെ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പട്ടികജാതി വർഗ സംഘടനകളുടെ ഏകോപന സമിതിയായ നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേവരമ്പലം കിർത്താഡ്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. NOSA പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ യഥാർത്ഥമായുള്ള പട്ടികജാതി വർഗ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പട്ടികജാതിക്കാർക്ക് തന്നെ ഇവിടെ ആനുകൂല്യങ്ങളൊന്നും തന്നെ കിട്ടാത്ത ഈ സാഹചര്യത്തിൽ പുതിയ ആളുകളെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ശക്തമായുള്ള സമര രംഗത്താണ് മറ്റ് പിന്നോക്ക സംഘടനകളുള്ളത്. നിലവിലുള്ള പട്ടികജാതി 8% സംവരണവും പട്ടികവർഗം 2% സംവരണവും ജനസംഖ്യാനുപാതികമായി വർദ്ധിപ്പിക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ജില്ലാ പ്രസിഡന്റ് KK വേലായുധൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. രാജേഷ് കുമാർ മുഖവൂർ, PK വേലായുധൻ, PB ശ്രീധരൻ, M വിദ്യാസാഗർ, MP സുമിത്രൻ, R രാജമ്മ, വേലായുധൻ വെന്നിയൂർ, C ഗുരുസ്വാമി, ഹരിദാസൻ പാപ്പിനിശ്ശേരി, ഗംഗാധരൻ വേങ്ങേരി, P ബാബു, VM ചന്ദ്രിക അജേഷ്, CP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you,
അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വികലാംഗർക്കായുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കരിയർ സെമിനാർ സംഘടിപ്പിച്ചു. വികലാംഗ തൊഴിലധിഷ്ഠിത പുനരധിവാസ കേന്ദ്രം മുൻ മേധാവി വി സതീഷ് ചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല ഭിന്നശേഷി ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് കോഴിക്കോട് വികലാംഗർക്കായുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കരിയർ സെമിനാർ സംഘടിപ്പിച്ചത്. വികലാംഗ തൊഴിലധിഷ്ഠിത പുനരധിവാസ കേന്ദ്രം മുൻ മേധാവി വി സതീഷ് ചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ളവരുടെ പ്രശ്നങ്ങൾ ഭാഗികമായി മാത്രമേ പരിഹരിക്കപ്പെട്ടുള്ളൂ എന്നും പ്രയത്നത്തിലൂടെ അവകാശ സംരക്ഷണത്തിന് ആക്കം കൂട്ടാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂട്ടായ്മയിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ. കുറെ വർഷങ്ങളായി ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചക്കോരത്തുകുളം റോട്ടറി യൂത്ത് സെന്ററിൽ നടന്ന പരിപാടിയിൽ കോഴിക്കോട് എംപ്ലോയ്മെന്റ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ മോഹൻ ലൂക്കോസ് അധ്യക്ഷനായിരുന്നു. PH സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ KC സാലിക്കുട്ടി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ഷിഹാബുദ്ദീൻ M, കേരള വികലാംഗ അസോസിയേഷൻ പ്രസിഡന്റ് മടവൂർ സൈനുദ്ദീൻ, വികലാംഗ സംയുക്ത സമിതി സംസ്ഥാന പ്രസിഡന്റ് ബാലൻ കാട്ടുങ്ങൽ, ഡോക്ടർ സേതു ശിവശങ്കർ, റോട്ടറി ക്ലബ് കാലിക്കറ്റീസ് പ്രസിഡന്റ് അജിത് കരീത്തടം, സാമൂഹ്യനീതി വകുപ്പ് സീനിയർ സൂപ്രണ്ട് ജോസഫ് റിബല്ലോ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇനി ഡിജിറ്റൽ ദൃശ്യങ്ങൾ. കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് 2016 ഡിസംബർ 31-നുള്ളിൽ രാജ്യത്തെ കേബിൾ TV നെറ്റ്വർക്കുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കേബിൾ TV ഓപ്പറേറ്റർമാർക്കായി കോഴിക്കോട് മറീന റെസിഡൻസിയിൽ ശില്പശാല സംഘടിപ്പിച്ചു. 2016 ഡിസംബർ 31-നുള്ളിൽ രാജ്യത്തെ കേബിൾ TV നെറ്റ്വർക്കുകൾ ഡിജിറ്റലൈസ് ചെയ്യുവാൻ കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. ഒന്നാം ഘട്ടമായി നഗരപ്രദേശങ്ങളിലെ കേബിൾ TV നെറ്റ്വർക്കുകൾ ഈ വർഷം ഡിസംബർ 31-നകവും ഗ്രാമപ്രദേശങ്ങളിൽ 2016 ഡിസംബർ 31-നകവും ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കും. ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്നതിന് എല്ലാ കേബിൾ TV വരിക്കാരും സെറ്റ് ടോപ്പ് ബോക്സ് സ്ഥാപിക്കണം. സെറ്റ് ടോപ്പ് ബോക്സ് സ്ഥാപിക്കാത്ത നഗരപ്രദേശങ്ങളിലെ വരിക്കാർക്ക് 2016 ജനുവരി 1 മുതലും ഗ്രാമപ്രദേശങ്ങളിലെ വരിക്കാർക്ക് 2017 ജനുവരി 1 മുതലും കേബിൾ ടിവിയിൽ ദൃശ്യങ്ങൾ ലഭിക്കുകയില്ല. കേബിൾ TV ഓപ്പറേറ്റർമാർ ഇക്കാര്യം വരിക്കാരെ അറിയിച്ച് ആവശ്യമായ സെറ്റ് ടോപ്പ് ബോക്സുകൾ ഇപ്പോൾ വിതരണം ചെയ്തു വരികയാണ്. കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലെ ഡോക്ടർ സിബിച്ചൻ മാത്യു, മുരളീധർ എന്നിവർ കോഴിക്കോട്ട് കേബിൾ TV ഓപ്പറേറ്റർമാർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ എന്തെങ്കിലും പരാതി നിങ്ങളുടെ ചാനൽ സേവനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സിന്റെ റിപ്പയറിനെ സംബന്ധിച്ചുള്ള പരാതികളുണ്ടെങ്കിൽ ആ പരാതിക്ക് ഒരു സിസ്റ്റം അതും ലോക്കൽ കേബിൾ ഓപ്പറേറ്ററും മറ്റ് സിസ്റ്റം ഓപ്പറേറ്ററും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ ഡിജിറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബർ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കാർഡ് ഫോം കൊടുത്തു കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഈ സേവനങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറീന റെസിഡൻസിയിൽ നടന്ന സെമിനാറിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക കേബിൾ TV ഓപ്പറേറ്റർമാരും സംബന്ധിച്ചിരുന്നു. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നഗരപ്രദേശങ്ങളിലായി ഉൾപ്പെടുത്തിയ ജില്ലയിലെ സ്ഥലങ്ങൾ ഇവയെല്ലാമാണ്: കോഴിക്കോട് കോർപ്പറേഷൻ, കൊയിലാണ്ടി, വടകര, പയ്യോളി, കൊടുവള്ളി, മുക്കം, രാമനാട്ടുകര മുനിസിപ്പാലിറ്റികൾ, വളയം, ചെക്യാട്, തൂണേരി, കുന്നമംഗൽ, വില്യാപ്പള്ളി, പാലയാട്, മണിയൂർ, ഇരിങ്ങൽ, എരവട്ടൂർ, കൂത്താളി, മേഞ്ഞാണ്യം, മേപ്പയ്യൂർ, കൊഴക്കല്ലൂർ, തുറയൂർ, തിക്കോടി, കീഴരിയൂർ, നടുവണ്ണൂർ, പനങ്ങാട്, ബാലുശ്ശേരി, ഉള്ളേരി, ചേമഞ്ചേരി, അത്തോളി, നന്മണ്ട, ചേളന്നൂർ, തലക്കുളത്തൂർ, കക്കോടി, കുരുവട്ടൂർ, കുന്നമംഗലം, പൂളക്കോട്, താഴേക്കോട്, മാവൂർ, പെരുവയൽ, കുറ്റിക്കാട്ടൂർ, ഒളവണ്ണ, പന്തിരാങ്കാവ്, പെരുമണ്ണ വില്ലേജുകളുമാണ്. ഇക്ര ആശുപത്രിയെ അടച്ചുപൂട്ടലിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി ജീവനക്കാർ കലക്ടറേറ്റ് മാർച്ച് നടത്തി. മലിനജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ജീവനക്കാർ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ മലിനജല പ്രശ്നം ആരോപിച്ചാണ് മലാപ്പറമ്പ് ഇക്ര ആശുപത്രി അടച്ചുപൂട്ടിക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന് ജീവനക്കാരും കുടുംബാംഗങ്ങളും പറഞ്ഞു. പാവപ്പെട്ട രോഗികൾക്ക് ന്യായമായ നിരക്കിൽ ചികിത്സ നൽകുന്ന സ്ഥാപനത്തിന് നേരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചു. ആശുപത്രി ജീവനക്കാരും കുടുംബാംഗങ്ങളും ചൊവ്വാഴ്ച കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പ്രദേശത്ത് ചിലരുടെ പ്രതിഷേധത്തെയും ഭീഷണിയെയും തുടർന്ന് ആശുപത്രി അടച്ചുപൂട്ടാൻ മാനേജ്മെന്റ് നിർബന്ധിതരാകുന്ന സാഹചര്യമാണുള്ളതെന്ന് ജീവനക്കാരുടെ കൂട്ടായ്മ പറഞ്ഞു. ആശുപത്രിയിലെ മലിനജലം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച ശേഷം കൃഷിക്കും തോട്ടം നനയ്ക്കാനും ഉപയോഗിക്കുന്നതിനെതിരെയാണ് ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്.
ഈ വെള്ളം വിഷാംശമുള്ളതാണെന്നാണ് എതിർക്കുന്നവരുടെ വാദം. എന്നാൽ ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാവുന്നതേയുള്ളൂവെന്നും പക്ഷേ അതിനെ എതിർക്കുന്നവർ തയ്യാറാകുന്നില്ലെന്നും ജീവനക്കാർ പറഞ്ഞു. 1000-ഓളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 100 കണക്കിന് വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചികിത്സ നൽകുന്ന സ്ഥാപനം കൂടിയാണിതെന്നും ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയെ അടച്ചുപൂട്ടിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ രംഗത്തിറങ്ങിയത്. ഒരാഴ്ചയായി ആശുപത്രിയിൽ പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ലെന്നും അധികൃതർ പറഞ്ഞു. 3 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടന്നുവന്ന ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. 292 പോയിന്റ് സ്വന്തമാക്കി മുക്കം ഉപജില്ല ഒന്നാമതെത്തി. പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 130 പോയിന്റ് നേടി. സമാപന ചടങ്ങിൽ ഒളിമ്പ്യൻ PT ഉഷ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. കോഴിക്കോട് ജില്ലയുടെ കായിക ചരിത്രത്തിൽ ആദ്യമായി സിന്തറ്റിക് ട്രാക്കിന്റെ മുഞ്ചിൽ 3 ദിനങ്ങളിലായി നടന്ന ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. 33 സ്വർണം, 29 വെള്ളി, 17 വെങ്കലം എന്നിവ നേടി 292 പോയിന്റുമായി മുക്കം ഉപജില്ല കായിക കിരീടം നിലനിർത്തി. 21 സ്വർണം, 12 വെള്ളി, 11 വെങ്കലം എന്നിവ നേടി 157 പോയിന്റുമായി പേരാമ്പ്ര ഉപജില്ല 2ാം സ്ഥാനത്തും 9 സ്വർണവും 10 വീതം വെള്ളിയും വെങ്കലവും നേടി 91 പോയിന്റുമായി ബാലുശ്ശേരി 3ഉം, 3 വീതം സ്വർണവും വെള്ളിയും 12 വെങ്കലവും നേടി 63 പോയിന്റുമായി കൊയിലാണ്ടി 4ഉം, 1 സ്വർണം, 9 വെള്ളി, 5 വെങ്കലം എന്നിവ നേടി 46 പോയിന്റുമായി താമരശ്ശേരി ഉപജില്ല 5ാം സ്ഥാനത്തുമാണ്. സ്കൂൾ വിഭാഗത്തിൽ 20 സ്വർണം, 13 വെള്ളി, 2 വെങ്കലം എന്നിവ നേടി 130 പോയിന്റുമായി സെന്റ് ജോസഫ് HSS പുല്ലൂരാമ്പാറ ജില്ലയിലെ മികച്ച കായിക പദവി തിരിച്ചുപിടിച്ചു. വർഷങ്ങളായി തങ്ങൾ കൈവശം വെച്ച പദവി കഴിഞ്ഞ വർഷം സെന്റ് ജോൺസ് HSS നെല്ലിപ്പൊയിലാണ് സ്വന്തമാക്കിയത്. 13 സ്വർണം, 7 വെള്ളി, 5 വെങ്കലം എന്നിവ നേടി 86 പോയിന്റുമായി സെന്റ് ജോർജ് HSS കുളത്തുവയൽ 2ാം സ്ഥാനത്തും 8 സ്വർണം, 7 വെള്ളി, 5 വെങ്കലം എന്നിവ നേടി 66 പോയിന്റുമായി HSS പൂവമ്പൊയിൽ 3ാം സ്ഥാനത്തുമാണ്. 4 സ്വർണം, 6 വെള്ളി, 5 വെങ്കലം എന്നിവ നേടി 43 പോയിന്റുമായി MKHMM OV HSS 4 ഗേൾസ് മുക്കം 4ാം സ്ഥാനത്തും 4 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിവ നേടി 41 പോയിന്റുമായി സെന്റ് സെബാസ്റ്റ്യൻസ് HSS കൂടരഞ്ഞി 5ാം സ്ഥാനത്തുമാണുള്ളത്. സമാപന സമ്മേളനം ഒളിമ്പ്യൻ PT ഉഷ ഉദ്ഘാടനം ചെയ്തു. DD ഗിരീഷ് ചോലയിൽ അധ്യക്ഷം വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV നാരായണൻ, സെബാസ്റ്റ്യൻ ജോൺ, MM പത്മാവതി, അഡ്വക്കേറ്റ് PM നിയാസ്, ശെൽവരാജ്, MK മുഹമ്മദ് അഷ്റഫ്, VK രാജീവ്, A മുസ്തഫ എന്നിവർ സംസാരിച്ചു. വ്യക്തിഗത ചാമ്പ്യന്മാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. ഡിസംബർ 5 മുതൽ 8 വരെ ഇതേ ട്രാക്കിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജില്ലകൾ തമ്മിലുള്ള കായിക മാമാങ്കത്തിനെ കാണാമെന്നുറപ്പോടെയാണ് താരങ്ങൾ പിരിഞ്ഞത്. നിങ്ങളേവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓവറോൾ ചാമ്പ്യൻ മുക്കം സബ് ഡിസ്ട്രിക്ട്സ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയങ്ങാടി 2ാം ഗേറ്റ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വലിയങ്ങാടി സംരക്ഷണ കൂട്ടായ്മയും വാർഡ് കൌൺസിലർ ജയശ്രീ കീർത്തിക്ക് സ്വീകരണവും നൽകി. സംഘടനാ ജില്ലാ സെക്രട്ടറി K സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പൊതുശുചിമുറികളുടെ നിർമ്മാണവും റോഡ് ഓവുചാൽ നവീകരണവുമടക്കം വലിയങ്ങാടിയുടെ വികസനത്തിനായി വ്യാപാരികൾ മുന്നിട്ടിറങ്ങുന്നു. വലിയങ്ങാടിയുടെ പൈതൃകം നിലനിർത്തുന്നതിനുള്ള ചുവടുവയ്പ്പുകളുടെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിവേദനം കോർപ്പറേഷന് സമർപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വന്നുപോകുന്ന വലിയങ്ങാടിയിൽ അനുവദിച്ച പൊതുശുചിമുറികളുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ നടപ്പിലാക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. വർഷങ്ങളുടെ പഴക്കമുള്ള ആവശ്യമാണിത്. 6 മാസം മുൻപ് 7 ലക്ഷം രൂപ കോർപ്പറേഷൻ ഈ ആവശ്യത്തിനായി മാറ്റിവെച്ചിരുന്നുവെങ്കിലും ചുവപ്പ് നടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. തകർന്ന ഓവുചാലുകൾ നവീകരിക്കുന്നതിനും വലിയ പറമ്പിലും ചെറുട്ടി റോഡിലും ടാറിംഗ് നടത്തുന്നതിനും തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കണമെന്നും നിവേദനത്തിലുണ്ട്. വൈദ്യുതി തൂണുകളിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന പഴയ കമ്പികൾ ലോറികളുടെ നീക്കത്തിന് വലിയ തടസ്സമാണ്. തെരുവ് വിളക്കുകൾ കത്താതിരിക്കുന്നതും ദുരിതമാണ്. വലിയങ്ങാടിയിലെ ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയങ്ങാടി 2ാം ഗേറ്റ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വലിയങ്ങാടി പൈതൃക സംരക്ഷണം വ്യാപാരി കൂട്ടായ്മയിലൂടെ എന്ന സെമിനാർ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി K സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. 2ാം ഗേറ്റ് യൂണിറ്റ് പ്രസിഡന്റ് M വേണുകുമാർ അധ്യക്ഷനായിരുന്നു. വലിയങ്ങാടി വാർഡിൽ നിന്നുള്ള കൌൺസിലർ ജയശ്രീ കീർത്തിക്ക് സ്വീകരണവും നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നോർത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് AK മൻസൂർ, വലിയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് MPM കാസിം, ജനറൽ സെക്രട്ടറി ജോസഫ് വലപ്പാട്ട്, 2ാം ഗേറ്റ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി P അഷ്റഫ്, PVA സിദ്ദിഖ്, AVM കബീർ, K ആലിക്കോയ എന്നിവർ സംസാരിച്ചു.
വലിയങ്ങാടി മേഖലയിലെ റോഡുകളുടെ നവീകരണത്തിനായി 5 കോടി നേരത്തെ അനുവദിച്ചിട്ടുണ്ടെന്ന് കൌൺസിലർ ജയശ്രീ കീർത്തി പറഞ്ഞു. KP കേശവമേനോൻ റോഡ് മുതൽ IG റോഡ് വരെയുള്ള ഭാഗവും ചെറുട്ടി റോഡിലെ പെട്രോൾ പമ്പിൽ നിന്ന് വലിയങ്ങാടിയിലേക്കുള്ള റോഡും വലിയ പറമ്പ് റോഡും ഉൾപ്പെടെയാണ് നവീകരിക്കുന്നതെന്നും കൌൺസിലർ കൂട്ടിച്ചേർത്തു. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. VIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ താമസ ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. വാർത്തകൾ തുടരുന്നു. ചെണ്ടയിൽ വിസ്മയം തീർത്ത് താളവൈഖരി ചരിത്രത്തിന്റെ ഭാഗമായി. ലിംഗ ബുക്സിൽ ഇടം നേടുകയെന്ന ലക്ഷ്യവുമായി മലപ്പുറം എടപ്പാൾ പോത്തന്നൂരിൽ നടന്ന തായമ്പക അരങ്ങേറ്റമാണ് ചരിത്ര വിസ്മയമായത്. മലപ്പുറം വളയംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യമാണ് 101 കൊച്ചു കലാകാരന്മാരെ ഒരേ സമയം വേദിയിലെത്തിച്ച് തായമ്പക അരങ്ങേറ്റം കുറിപ്പിച്ചത്. തായമ്പക ചരിത്രം രേഖപ്പെടുത്താനും ലിങ്ക ബുക്സ് അധികൃതരും ഇടപ്പാളിൽ എത്തിയിരുന്നു. ചണ്ടവാദ്യത്തിന്റെ കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് താളവൈഖരി എന്ന തായമ്പക മഹം ഉദ്ഘാടനം ചെയ്തത്. ജാതിമത ഭേദമന്യേ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കൊച്ചു കലാകാരന്മാരെ മിന്നും പ്രകടനമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അഞ്ചു മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ചരിത്ര വിസ്മയമൊരുക്കുവാൻ അണിനിരുന്നത്. നേരത്തെ 201 കലാകാരന്മാരെ അണിനിരത്തിയ പഞ്ചവാദ്യം അരങ്ങേറ്റത്തിലൂടെയും സോപാനം സ്കൂൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോടൻ ചലച്ചിത്ര ഗ്രന്ഥ പുരസ്കാരം മധു ഇറവങ്കരയ്ക്ക് നൽകും. കോഴിക്കോടന്റെ പേരിൽ സ്മാരക സമിതി മികച്ച മലയാള ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡ് എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. ഇത് 8ാമത്തെ അവാർഡാണ്. മധു ഇറവങ്കരയുടെ ഇന്ത്യൻ സിനിമ 100 വർഷം 100 സിനിമ എന്ന പുസ്തകത്തിനാണ് ഇത്തവണ അവാർഡ് നൽകുന്നത്. കോഴിക്കോടിന്റെ 9ാം ചരമവാർഷിക ദിനമായ 2016 ജനുവരി 20 കോഴിക്കോട് വെച്ച് പുരസ്കാരം സമ്മാനിക്കും. IMA കോഴിക്കോട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കേരള ഘടകം, റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് ബീച്ച്, കാലിക്കറ്റ് ചെസ്റ്റ് ക്ലബ് എന്നിവയുടെ സഹകരണത്തോടുകൂടി ലോക വികലാംഗ ദിനം ഡിസംബർ 3 സംയുക്തമായി ആചരിക്കുന്നു. ഡിസംബർ 3 6:30 കോഴിക്കോട് ബീച്ചിൽ വികലാംഗ ദിന കൂട്ടായ്മയും വികലാംഗ ദിനാചരണ സന്ദേശം ആലേഖനം ചെയ്ത ബലൂണുകൾ പറത്തുന്ന ചടങ്ങും സംഘടിപ്പിക്കും. 10 മണിക്ക് IMA ഹാളിൽ നടക്കുന്ന പൊതുജന ബോധവൽക്കരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഡിസംബർ 3, 4 തീയതികളിൽ ന്യൂനളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3 രാവിലെ ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ധനവിനിയോഗം, ഭരണനിർവഹണം എന്നീ വിഷയങ്ങളിൽ ശില്പശാല നടത്തും. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. 4 രാവിലെ 10:00 KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATU 9ാം സംസ്ഥാന സമ്മേളനം ഡിസംബർ 5, 6 തീയതികളിൽ കോഴിക്കോട് ജൂബിലി ഹാളിൽ നടക്കും. 5-10 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CATU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്യും.
6-ന് 3 മണിക്ക് നടക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. നവതരംഗത്തിന്റെ അഖില കേരള ബാലചിത്രരചനാ മത്സരം കോഴിക്കോട് ടൗൺ ഹാളിൽ അരങ്ങേറി. നഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെ 7 വിഭാഗങ്ങളായി നടന്ന മത്സരത്തിൽ 400ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് കുട്ടികൾ തെരഞ്ഞെടുത്തത്. മാൻഹോൾ ദുരന്തം, പ്രകൃതി, സ്കൂൾ, ജൈവ കൃഷി, ഗതാഗത തടസ്സം, അപകടങ്ങൾ എന്നിവ രചനയ്ക്ക് വിഷയങ്ങളായി മാറി. കഴിഞ്ഞ തവണ നഴ്സറി വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച അനാമിക ഉദ്ഘാടനം ചെയ്തു. നവതരംഗം പ്രസിഡന്റ് വി ബാലമുരളി അധ്യക്ഷം വഹിച്ചു. ക്യാമലിംഗ് ഏരിയ മാനേജർ അശോക് കുമാർ, കെ ബാലകൃഷ്ണൻ, കെ പി സുന്ദർദാസ് എന്നിവർ സംസാരിച്ചു. രാമകൃഷ്ണ മിഷൻ, KMCT മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ബേപ്പൂർ ശ്രീഭദ്ര സ്കൂളിൽ പഠന ക്ലാസ് നടത്തി. സ്വാമി വിനിശ്ചലാനന്ദ ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ ശ്രീനിവാസൻ, എം കാർത്തികേയൻ, കെ ഹരിദാസൻ, എ ഉത്തമൻ, കെ മനോജ്, പി രാജീവൻ, കെ ലൈജു, കെ രാധാകൃഷ്ണൻ, സി സുനിൽകുമാർ, കെ സുധീഷ്ണൻ, എം പ്രബീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ശിവപുരി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗവും കൌൺസിലർ എൻ സതീഷ് കുമാറിന് സ്വീകരണവും സംഘടിപ്പിച്ചു. സ്വീകരണ യോഗം ബേപ്പൂർ SI അജേഷ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ എൻ സതീഷ് കുമാർ, കെ പി രമാദേവി, മുരളി ബേപ്പൂർ, കെ പി രാധാകൃഷ്ണൻ, ജയപ്രകാശൻ മേക്കുന്നത്ത്, ബാബു KC, അന്നങ്ങാട്ട് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് പത്മനാഭൻ പള്ളത്ത് അധ്യക്ഷം വഹിച്ചു. റോയൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ് അംഗമായ കൌൺസിലർ ടി അനിൽകുമാറിന് സ്വീകരണമൊരുക്കി. 2014 ബാച്ച് ഓൾ കേരള വെറ്ററൻ ഫുട്ബോൾ അസോസിയേഷൻ ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ 2004 ബാച്ച് റോയൽ സെപ്റ്റ് അംഗങ്ങൾക്കും സ്വീകരണമൊരുക്കി. പ്രസിഡന്റ് അബ്ദുൾ സലീം, മുഖ്യാതിഥിയായ കൌൺസിലർ ടി അനിൽകുമാറിന് പൊന്നാടി അണിയിച്ചു. ടി സുനിൽകുമാർ, TV ബാബുരാജ്, ബാലഗോപാലൻ, ഉമ്മർ, സഹദേവൻ P, ഹരിദാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബേപ്പൂർ ടൗൺ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ചേർന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് മൊക്കത്ത് വാസു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ടി ബബിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. മോളി വേണുഗോപാൽ, വാസു ഗോപിനാഥൻ, ചന്ദ്രമതി സ്വപ്ന, ഷെറി മാത്രാടിക്കൽ, TK അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി KP ബഷീറിനെ തെരഞ്ഞെടുത്തു. മൊക്കത്ത് വാസു, ഹാനിഷ് നടുവട്ടം, ഷെറി, ഗോപിനാഥൻ, മോളി വേണുഗോപാൽ, സെക്കീന, ചന്ദ്രമതി സ്വപ്ന എന്നിവർ ഡയറക്ടർമാരാണ്. സഹകരണ സംഘത്തിൽ അംഗങ്ങളായവരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കേരള ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരം കറുവാപ്പട്ടയ്ക്ക് പകരം കാസിയെ വിൽക്കുന്നുണ്ടെങ്കിൽ FSSAI 2006 ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പയ്യാമ്പലം സ്വദേശി ലിനോഡ് ജോൺ എല്ലാ ജില്ലാ ഫുഡ് ഇൻസ്പെക്ടേഴ്സിനും കാസിയക്കെതിരായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരം ഫുഡ് സേഫ്റ്റി കമ്മീഷണർ കൊല്ലവും മലപ്പുറവും മാത്രമാണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയതെന്നും ലിനോഡ് ജോൺ പറഞ്ഞു. പ്രമുഖ ക്രോക്കറി നിർമ്മാതാക്കളായ വുഡ് ആൻഡ് ക്യാം കമ്പനിയുടെ ഉൽപാദനം അടുത്ത 2 വർഷത്തിനകം ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് ബിനിയാനി. വിപണിയിൽ തങ്ങളുടെ ക്രോക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. 50 രൂപയുടെ പ്ലേറ്റുകൾ മുതൽ 3000 രൂപ വിലയുള്ള ഡിന്നർ സെറ്റുകൾ വരെ വിപണിയിലുണ്ട്. വിവിധ മർക്കസ് സ്ഥാപനങ്ങളിൽ നിന്നും മർക്കസിന്റെ ഓഫ് ക്യാമ്പസുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും കോഴിക്കോട് ജില്ലാ ചാപ്റ്റർ രൂപീകരണവും ജാഫർഖാൻ കോളനി റോഡിലുള്ള അല്ലാമ ഇക്ബാൽ അവന്യൂവിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 5-ന് 3 മണിക്ക് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റാലികൾ സംഘടിപ്പിച്ചു. കേരളത്തോട് താൽപര്യമില്ല എന്ന് പറഞ്ഞ അഞ്ജു ബോബി ജോർജിനെയാണ് സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷയായി സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നതെന്ന് മുൻ പ്രസിഡന്റ് TP ദാസൻ. നൌഷാദിന്റെ വീട് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ സന്ദർശിച്ചു. സഹജീവികളെ രക്ഷിക്കാൻ കാണിച്ച നൌഷാദിന്റെ പ്രവൃത്തി മാതൃകാപരമെന്ന് V മുരളീധരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.